ഏതൊരു ബിസിനസ്സിനും എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് B2B, B2C സെയിലുകൾ, ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമർ സെയിലുകൾ. ഡിജിപോസ് സെൻറ്റർ എന്ന സോഫ്റ്റ്വെയർ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു സെയിൽ ചെയ്യുന്ന സമയത്ത് കൂടെ കസ്റ്റമറെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു നോർമൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസ്റ്റമറുടെ പേര് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആളുടെ പേര് മാത്രം, ഇപ്പം ഞാൻ ജസ്റ്റ് തോമസ്, അവരുടെ ലൊക്കേഷൻ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ജസ്റ്റ് ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. അത് വേറെ ചെയ്യേണ്ടത് ഡിഫോൾട്ടായിട്ട് അത് B2C എന്ന കൺസെപ്റ്റിലായിരിക്കും പോകുന്നത്. ഇപ്പം ഞാൻ ഈ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തു. അത് കൂടെ കാണാൻ പറ്റും B2C കസ്റ്റമറിൻ്റെ തന്നെ ബിസിനസ് ടൈപ്പ് ബിൽ ടൈപ്പിൽ അത് B2C ആണ് കാണിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഐറ്റം സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി ബിൽ ചെയ്യുന്നു. ഇത് ഡിഫോൾട്ടായിട്ട് ബിസിനസ് ടു കസ്റ്റമറായിട്ട് പോകുന്നു. ഈ അടുത്ത് എനിക്കൊരു കസ്റ്റമർ പറയുമ്പോൾ അത് B2B ആണ് കരുതുക. നമുക്ക് ഇവിടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം JK ട്രേഡേഴ്സ്, ഞാനിവിടെ കസ്റ്റമർ പേര്, ഓർഡർ അഡ്രസ്സ്, ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് നേരം കൂടും. നമുക്ക് GST നമ്പർ ഉള്ള B2B ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ GST നമ്പർ കൂടെ നമ്മൾ സേവ് ചെയ്യുന്നത്. ഇവിടെ B2C ആണെങ്കിൽ പക്ഷേ സേവ് ചെയ്യുമ്പോൾ GST നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് B2B ആയിട്ട് മാറിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ JK ട്രേഡേഴ്സിൻ്റെ കസ്റ്റമറിൻ്റെ GST ടൈപ്പ്, അത് ബിൽ ടൈപ്പ് B2B ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ട് ഡിജിപോസ് സെൻഡ് എന്ന നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് B2B, B2C ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം കസ്റ്റമറുടെ GST നമ്പർ ഇവിടെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്തോളും. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി B2C സെയിൽ ചെയ്തു. ഇനി B2B ബില്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ JK ട്രേഡേഴ്സ് എന്ന ഈ കസ്റ്റമറെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ കാണാം ബിൽ ടൈപ്പ്, GST ടൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് B2B ആയി. ഇവിടെ നമുക്കിവിടെ അവർക്ക് വേണ്ട ഐറ്റംസ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. കൂടാതെ തന്നെ B2B കസ്റ്റമർ സ്പെഷ്യൽ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻസ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഐറ്റംസ് ഇത്ര അവർക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്തു, ഇത് ബില്ല് ചെയ്ത് സേവ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് B2B ടൈപ്പിലോട്ടാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ റിപ്പോർട്ട്സ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ റിപ്പോർട്ടുകളിലും ബിൽ ടൈപ്പ് ഉണ്ടാവും. അതിലകത്ത് നമുക്ക് B2Bയും B2Cയും കമ്പയർ ചെയ്തെടുത്താണ്. ഞാനിപ്പം ഞാനിവിടെ കമ്പയർ ചെയ്ത് വെച്ചു. അപ്പം ഇന്ന് ചെയ്തിട്ട് എല്ലാ ബില്ലും, അത് B2B ഉണ്ട്, B2C ഉണ്ട്, എല്ലാം കമ്പയർ ചെയ്തത്. ഇനി B2C തന്നെ എടുക്കാനായിട്ട് B2C കൊടുത്തപ്പോൾ B2Cയുടെ സെയിൽ മാത്രം, ഞാൻ നേരത്തെ ഒരു ജോണോജി ഒരു സെയിൽ അടിച്ചിരുന്നു, അതും ഇപ്പോൾ അടിച്ച സെയിലുമാണ് ഉള്ളത്. ഇനി B2B കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം B2B സെയിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ബിൽ ചെയ്യുന്ന സമയത്ത് B2Bക്കും B2Cക്കും സെപ്പറേറ്റ് സീരിയൽ നമ്പർ, ഇൻവോയ്സ് നമ്പർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വോച്ചേഴ്സ്, സെയിൽസ്, റീറ്റെയിൽ, ഹോൾസെയിൽ അല്ലെ B2B, B2C എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വോച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ റിപ്പോർട്ട്സിലെ GST റിപ്പോർട്ട്സിലും എല്ലാം നമുക്ക് ഡിഫോൾട്ടായിട്ട് B2B, B2C എല്ലാം ഡിവൈഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്.